ഭൂട്ടാൻ വാഹനക്കടത്ത് ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനക്കടത്ത് കേസിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് കസ്റ്റംസിന്റെ ഒരു തീരുമാനം. ഇതുവരെ എത്ര വാഹനങ്ങൾ പിടിച്ചു എന്ന് ചോദിച്ചാൽ 38 വാഹനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 100-ലധികം വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ ഈ പരിശോധനയ്ക്ക് പിന്നാലെ കള്ളക്കടത്ത് വാഹനങ്ങൾ പലരും ഒളിപ്പിക്കാനും വിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടും കസ്റ്റംസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ശ്യാമപ്രസാദ് ഉത്തമനോട് ചോദിച്ച് മനസ്സിലാക്കാം. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ ഒരു വാഹനക്കടത്ത് കേസ് വന്നപ്പോൾ തൊട്ട് തന്നെ വലിയ ഒരു ആശങ്ക, അതായത് എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്നതുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണം കൂടുതൽ ആഴത്തിലേക്ക് പോകുകയാണ്. ഇനിയും വാഹനങ്ങൾ കണ്ടെത്താനുണ്ട്, പലരും വാഹനങ്ങൾ ഒളിപ്പിക്കുന്നത് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശ്യാം. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അതായത് ഈ ഭൂട്ടാൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കസ്റ്റംസ് ഏകദേശം 1 വർഷക്കാലം നീണ്ട പരിശോധനയായിരുന്നു. ആ പരിശോധനയിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഏകദേശം 150ഓളം വരുന്ന വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇക്കഴിഞ്ഞ 2024 ജൂണിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഭൂട്ടാൻ വാഹനക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട റാക്കറ്റിലുള്ള 3 പേരെ ഈ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അതിൽ തമിഴ്നാട് സ്വദേശികളായിരുന്നു അവർ. ഈ 3 പേരാണ് പറഞ്ഞത് കേരളത്തിലേക്കടക്കം വിദേശത്ത് നിന്ന് വാഹനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് ഏകദേശം 150-ലധികം വാഹനങ്ങൾ വരും എന്നതാണ്. ഇന്നലെയും ഇവിടെ വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഏകദേശം 3ഓളം വാഹനങ്ങളാണ് നിലവിൽ ഈ കസ്റ്റംസ് പിടികൂടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതുവരെ 38 വാഹനങ്ങൾ കസ്റ്റംസ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേരളത്തിലേക്ക് വിദേശത്ത് നിന്നും ഏകദേശം 150-ലധികം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ ഈ പ്രധാനപ്പെട്ട റാക്കറ്റുകളിലുള്ള ആളുകൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ താരങ്ങൾ ഉൾപ്പെടെ ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന വിവരവും കസ്റ്റംസിന് ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു വിശദമായ രീതിയിൽ ആരുടെയൊക്കെ കയ്യിലാണ് ഈ വാഹനങ്ങൾ ഉള്ളത് എന്നത് സംബന്ധിച്ച് പിന്നീട് കസ്റ്റംസ് ഒരു അന്വേഷണം തുടങ്ങിയത്. അങ്ങനെയാണ് നിലവിൽ ഈ ദുൽഖർ, അതോടൊപ്പം തന്നെ അമിത് ചക്കാരക്കൽ, പൃഥ്വിരാജ് അടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ കസ്റ്റംസിന് ബോധ്യമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഈ വാഹനങ്ങളെ വിശദമായി കസ്റ്റംസ് പരിശോധിച്ചു. അതിനുശേഷമാണ് ഇവരുടെ വീടുകളിൽ പോയി റെയ്ഡ് നടത്തുകയും അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ ഒരെണ്ണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമിത്തിലേക്ക് ഒരു സംശയം വരാനുള്ള ഒരു കാരണം എന്താണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ളത്? ശ്യാം. ഇതിൽ ഈ അമിത് ചക്കാലക്കൽ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരു വാഹനപ്രേമിയാണ്. സ്വാഭാവികമായിട്ടും അയാൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഗ്യാരേജിൽ ഇത്തരത്തിലുള്ള ഈ ആഡംബര വാഹനങ്ങൾ അദ്ദേഹം തന്നെ പണിയുന്ന ഒരു രീതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നിരവധി വാഹനങ്ങൾ ഈ ഗ്യാരേജുകളിലും മറ്റുകളിലേക്കുമൊക്കെ വരാറുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ അമിത്തിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ ഈ അമിത് ചക്കാലക്കലിന്റെ ഏകദേശം 7 വാഹനങ്ങൾ, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ വന്ന 7 വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പിന്നീട് കസ്റ്റംസ് പിടിക്കുകയുണ്ടായി. അതായിരുന്നു അതിൽ ഒരെണ്ണം അമിത്തിന്റെ വീട്ടിൽ കിടന്ന അമിത്തിന്റെ വാഹനം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങൾ വിവിധ ആളുകളുടെ, അതായത് ഈ അമിത്തിന്റെ ഗ്യാരേജിലേക്ക് സുഹൃത്തുക്കൾ കൊണ്ടുവന്ന വാഹനം, ഇവർക്കൊക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആദ്യ ഓണർ ആര് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ഡീറ്റെയിൽസും കസ്റ്റംസിന് മുമ്പാകെ വ്യക്തമാക്കണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള സമൻസ് തന്നെയാണ് ദുൽഖർ സൽമാനും നിലവിൽ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും 2 വാഹനങ്ങൾ കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് കസ്റ്റംസ് പിടിക്കുകയുണ്ടായി. എന്തായാലും ഈ ഓപ്പറേഷൻ നുംഗോർ എന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ ഒരു വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ് കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി.